കുരുക്ഷേത്രയുദ്ധത്തിന്റെ 17 ദിവസം മഹാനായ രണ്ട് യോദ്ധാക്കളായ അർജുനനും കർണനും ഏറ്റുമുട്ടിയപ്പോൾ ലോകം ശ്വാസമടക്കി നിന്നു. കൃഷ്ണൻ തന്റെ സാരഥിയായി നയിക്കപ്പെട്ട അർജുനൻ തന്റെ ഗാന്ഡീവ വില്ലുകൊണ്ട് ഉറച്ചുനിന്നു. ശല്യനൊപ്പം കർണൻ മനസ്സില്ലാമനസ്സോടെ തന്റെ രഥം നയിക്കുന്നത് തന്റെ ആത്യന്തിക നിലപാടിന് തയ്യാറായി. അവരുടെ അസ്ത്രങ്ങൾ കൂട്ടിമുട്ടുമ്പോൾ യുദ്ധക്കളം വിറച്ചു. സമാനതകളില്ലാത്ത വൈദഗ്ധ്യവും പ്രകടമാക്കി. എന്നാൽ കർണൻ ഒരു പരാധീനതയിലായിരുന്നു. അദ്ദേഹത്തിന് ഇതിനകം ദിവ്യകവചവും കുണ്ടലും നഷ്ടപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ ഗുരു പരശുരാമന്റെ ശാപം ഏറ്റവും നിർണായക നിമിഷത്തിൽ തന്റെ ബ്രഹ്മാസ്ത്രത്തിനുള്ള മന്ത്രം മറക്കാൻ കാരണമായി. കർണൻ തന്റെ മാരകമായ നാഗാസ്ത്രം അഴിച്ചുവിട്ടതോടെ സംഘർഷം രൂക്ഷ. അത് നേരെ അർജുനന്റെ ഹൃദയത്തിലേക്ക് പറന്നു. പക്ഷേ കൃഷ്ണൻ സദാ സംരക്ഷിച്ചു. രഥം ഭൂമിയിലേക്ക് അമർത്തി അർജുനനെ കേവലം ഇഞ്ച് മാത്രം രക്ഷിച്ചു. നിരാശനായിട്ടും തളരാത്ത കർണൻ ധീരമായി യുദ്ധം തുടർന്നു. അപ്പോൾ വിധി കർണനെതിരെ തിരിഞ്ഞു. അവന്റെ രഥചക്രം ചെളിയിൽ മുങ്ങി അവനെ അപകടത്തിലാക്കി. യോദ്ധാവിന്റെ നിയമാവലിയെ മാനിക്കാനും അത് പരിഹരിക്കുന്നതുവരെ കാത്തിരിക്കാനും അദ്ദേഹം അർജുനനോട് അപേക്ഷിച്ചു. എന്നാൽ കൃഷ്ണൻ അർജുനനെ കൗരവരുടെ മുൻകാല ക്രൂരതകൾ, പ്രത്യേകിച്ച് ദ്രൗപദിയുടെ അപമാനത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചു. അവർ ചെയ്ത അധർമ്മത്തിന് ഒരു ധർമ്മവുമില്ലായി. കഠിനമായ ഹൃദയത്തോടെ അർജുനൻ മടിച്ചെങ്കിലും കൃഷ്ണന്റെ ആജ്ഞ അനുസരിച്ചു. അവൻ മാരകമായ അസ്ത്രം പ്രയോഗിച്ചു. കർണനെ വീഴ്ത്തി. ശക്തനായ യോദ്ധാവ് വീണു. അവന്റെ ജീവിതം വിശ്വസ്തതയുടെയും ഔദാര്യത്തിന്റെയും വിധിയുടെ ക്രൂരമായ വഴിത്തിരിവുകളുടെയും തെളിവാണ്. ആ സമയത്ത് അർജുനൻ അറിയാതെ കർണൻ അവന്റെ ജ്യേഷ്ഠനായിരുന്നു. അവന്റെ മരണശേഷം മാത്രമാണ് സത്യം വെളിപ്പെട്ടത്. ഈ ഇതിഹാസ ദ്വന്ദ്വയുദ്ധം യോദ്ധാക്കളുടെ ഒരു ഏറ്റുമുട്ടൽ മാത്രമായിരുന്നില്ല. അത് ധർമ്മത്തിന്റെയും കർമ്മത്തിന്റെയും വിധിയുടെയും സംഘട്ടനമായിരുന്നു. കാലക്രമേണ പ്രതിധ്വനിക്കുന്ന പാഠങ്ങൾ അവശേഷിപ്പിച്ചു.